എനിക്ക് ആ സമയത്ത് ഞാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് മസ്താനിയോടാണ്. എനിക്ക് ലക്ഷ്മിയോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല. മസ്താനി ആ സമയത്ത് എന്നോടൊന്നും പറഞ്ഞുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തേർഡ് പേഴ്സണോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അനീഷേ, ഒന്നും പറയാനില്ല മോനെ. അതങ്ങ് പൊളിച്ചു. അതായത് നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മി ഓരോരുത്തരടുത്തായിട്ട് പോയിട്ട് നമ്മുടെ ഉണ്ണിയിൽ സാബുവിൻ്റെ കേസിൽ തനിക്ക് തെറ്റ് പറ്റിയതാണ് എന്നുള്ള രീതിയിൽ ക്ഷമ പറയുക എന്നുള്ള ഉദ്ദേശത്തോടെ ഓരോരുത്തരുടെ അടുത്തും പോവാണ്. അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ അടുത്തെത്തി. അനീഷ് അപ്പോൾ പറഞ്ഞ മറുപടിയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കേട്ടത്. എനിക്കൊന്നും ലക്ഷ്മിയായിട്ട് സംസാരിക്കാനില്ല. അത്രമേൽ ലക്ഷ്മിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മസ്താനിയുമായി സംസാരിച്ചോളാം. മസ്താനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ഒരു തേർഡ് പേഴ്സണുമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ലക്ഷ്മി അത്രമേൽ ബുദ്ധിമുട്ടണ്ട, പോട്ടെ, വണ്ടി പോട്ടെ 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 എന്നും പറഞ്ഞ് അപമാനിച്ച് വിട്ടിരിക്കുകയാണ്. എല്ലാവരും ലക്ഷ്മിക്ക് സ്പേസ് കൊടുത്തു, അനീഷ് ഒഴികെ. അവിടെയാണ് ഗെയിമർ എന്ന് നമ്മൾ അനീഷിനെ വിളിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. എല്ലാവരെയും പോലെ അല്ല അനീഷ്. അനീഷ് വ്യത്യസ്തനാണ്. അനീഷിന് തേർഡ് പേഴ്സണായ ലക്ഷ്മിയുമായിട്ട് ഒന്നും സംസാരിക്കാനില്ല. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മസ്താനിയുമായിട്ട് ഞാൻ സംസാരിക്കാം. അതൊരു പോയിന്റ് ആണല്ലേ ഇതിനകത്ത്, ആരും പറയാത്തൊരു പോയിന്റ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.